ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. 10-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ശബത്ത് നാളിൽ യേശു പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. എന്നാൽ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൾ പള്ളിയിൽ ദിനംതോറും വരികയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പിശാച് കഴിഞ്ഞ 18 സംവത്സരമായി അവളെ ബാധിച്ചിട്ട് അവൾക്കൊട്ടും നിവരുവാൻ കഴിയുന്നില്ല. അവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം പ്രാപിക്കുവാൻ കഴിയുന്നില്ല, ഒരു നന്മ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം അധ്വാനിക്കുന്നുണ്ട്, നാം പ്രയത്നിക്കുന്നുണ്ട്, നാം പല പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, പള്ളികളിൽ പോകുന്നുണ്ട്, പലരോടും പ്രാർത്ഥന പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ, നാം ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നു. യേശു ഈ സ്ത്രീയെ നോക്കിയിട്ട് പറയുന്നു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന ഇവളുടെ രോഗബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? ഇവളും അബ്രഹാമിന്റെ മകളാകുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശുവിൻ്റെ അരികിലേക്ക് നാം കടന്നു വരുമ്പോൾ, യേശുവിൻ്റെ അരികിലേക്ക് നാം കടന്നു വന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ, ജോലിയിൽ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ, കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷം പ്രാപിക്കുവാൻ കഴിയാതെ, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ഒരു ജയം പ്രാപിക്കുവാൻ കഴിയാതെ, എവിടെയെല്ലാം തകർച്ചയുണ്ടായിരുന്നോ അവിടെയെല്ലാം യേശു ഒരു വിടുതൽ നൽകി തന്ന് നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമെങ്കിൽ, യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുമെങ്കിൽ, യേശു നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞ്, പിശാചിന്റെ സകല ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞ് പൂർണ്ണ വിടുതൽ നൽകി തന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ദൈവമാകുന്നു. ആകയാൽ ഇവിടെ നാം കാണുന്നു, അനേകർ പള്ളി പ്രമാണികളൊക്കെയും അവൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ നീരസപ്പെടുന്നതായി കാണുവാൻ കഴിയുന്നു. നമുക്കറിയുവാൻ കഴിയും, യേശുവിൻ്റെ അരികിലേക്ക് നാം കടന്നു വരുന്നത് മറ്റ് പലർക്കും ഇഷ്ടമല്ല. അനേകർ നമ്മളെ അത് തടയും. എന്നാൽ നാം യേശുവിൻ്റെ അരികിൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത ഒരു വിടുതൽ യേശുവിന് തരുവാൻ കഴിയും. യേശുവിനൊരു സമാധാനം നൽകി തരുവാൻ കഴിയും. അതുകൊണ്ട് പിശാചിൻ്റെ സകല ബന്ധനങ്ങളെയും അറുത്ത് കളഞ്ഞ് യേശു എന്നെയും നിങ്ങളെയും സൗഖ്യമാക്കുന്ന, വിടിവിക്കുന്ന ദൈവമാകുന്നു. യേശുവിൻ്റെ അരികിലേക്ക് ഞാൻ നിങ്ങളെ നിസ്വാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് യേശുവിന്റെ വിടുതൽ അനുഭവിക്കുവാനായി നിങ്ങളെയും യേശുവിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഈ വചനം ഇവിടെ സമർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.